തിരുവനന്തപുരത്ത് നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ ബാബു. ചില സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബ് ചാനൽ വഴി വാർത്തകൾ സംപ്രേഷണം ചെയ്യുവാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. വാർത്തകളുടെ ഹെഡ്ലൈൻസ് കേൾക്കാം. IPC ഹൂസ്റ്റൺ ഫെലോഷിപ്പ് പുതിയ ഭാരവാഹികൾ: ഡോക്ടർ വിൽസൺ വർക്കി പ്രസിഡന്റ്, പാസ്റ്റർ തോമസ് ജോസഫ് സെക്രട്ടറി. പാസ്റ്റർ PV ചുമാർ അനുസ്മരണ സമ്മേളനം നടത്തുന്നു. IPC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് രാജിവെക്കണം. സോഷ്യൽ മീഡിയകളിൽ കൂടി ആവശ്യം വൈറലാകുന്നു. ബഹ്റൈൻ ബദേൽ പെന്തക്കോസ്ത് സഭ വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 2 മുതൽ. വാഹനാപകടം, വടക്കുംപുറം ആദിയായിൽ TC വർഗീസ് BB 80 നിര്യാതനായി. വാർത്തകൾ വിശദമായി. ഹൂസ്റ്റണിലുള്ള IPC സഭകളുടെ ഐക്യ കൂട്ടായ്മയായ IPC ഹൂസ്റ്റൺ ഫെലോഷിപ്പിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ വിൽസൺ വർക്കി അമേരിക്കയിലെ ഏറ്റവും വലിയ IPC സഭയായ IPC ഹെബ്രോൺ ഹൂസ്റ്റൺ സീനിയർ പാസ്റ്ററാണ്. വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സാം അലക്സ് ബദേൽ IPC സെന്ററിന്റെ അസോസിയേറ്റ് പാസ്റ്ററാണ്. സെക്രട്ടറി പാസ്റ്റർ തോമസ് ജോസഫ് ക്രിസ്ത്യൻ അസംബ്ലിയുടെ സഹശുശ്രൂഷകനാണ്. ട്രഷറർ ജോൺ മാത്യു പുനലൂർ വിവിധ പ്രേക്ഷിത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്നു. മിഷൻ കോർഡിനേറ്റർ സ്റ്റീഫൻ സാമുവൽ മീഡിയ പ്രവർത്തകനാണ്. മീഡിയ കോർഡിനേറ്റർ ഫിന്നി രാജു ഹൂസ്റ്റൺ വിവിധ സാമൂഹിക സാംസ്കാരിക മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. വർഷിപ്പ് കോർഡിനേറ്ററായി KC ജേക്കബ്, യൂത്ത് കോർഡിനേറ്ററായി പാസ്റ്റർ ജോഷിൻ ജോണും ലേഡീസ് കോർഡിനേറ്ററായി ഡോക്ടർ മേരി ഡാനിയലും തിരഞ്ഞെടുത്തു. ഏകദിന സമ്മേളനത്തിൽ സെമിനാറുകൾ, വാർഷിക കൺവെൻഷനുകൾ, പ്രേക്ഷിത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഫെലോഷിപ്പ് ചെയ്യുന്നവരുടെ കടപ്പാട്. ഫിന്നി രാജു ഹൂസ്റ്റൺ. പഴഞ്ഞി പാസ്റ്റർ PV ചുമാർ അനുസ്മരണ സമ്മേളനം നടത്തി. ആത്മീയാചാര്യനായിരുന്ന പാസ്റ്റർ ചുമാറിൻ്റെ നിര്യാണത്തിൽ കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് പൗരാവലി അനുസ്മരണ സമ്മേളനം നടത്തി. ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ രചയിതാവ്, അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് സഭാധ്യക്ഷൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലയിലും സാമൂഹിക ആത്മീക പ്രവർത്തനങ്ങൾക്കൊപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിദ്യ പകർന്നു നൽകിയ അധ്യാപകനും കൂടിയായിരുന്നു പാസ്റ്റർ ചുമാർ. ജീവിതാവസാനം വരെയും കർമ്മനിരതനായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച നടന്ന അനുസ്മരണ യോഗത്തിൽ കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ യദു കൃഷ്ണൻ, KT ഷാജാൻ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജബിൻ, EP കമറുദ്ദീൻ, M ബാലാജി, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, PG ജയപ്രകാശ്, KV രാജു, ജോജു വർഗീസ്, ഡോക്ടർ സാജൻ C ജേക്കബ്, ഷാജൻ മുട്ടത്ത്, ജോബിഷ് ചുവല്ലൂർ, മഹേഷ് തിരുത്തിക്കാട്, പാസ്റ്റേഴ്സ് EG ജോസ്, CU ജെയിംസ്, PC ലിബിനി, ബവസ് ഈശായി, ബീന ഭക്തവത്സലൻ തുടങ്ങിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ജെയ്സൺ ജോബിൻ്റെ നേതൃത്വത്തിൽ ഫേവറിസ് മെലഡി ഗാന ശുശ്രൂഷ നിർവഹിച്ചു. വാർത്ത തോമസ് ജോർജ് വണ്ടിത്താവളം. IPC കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആലപ്പുഴ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എബ്രഹാം ജോർജ് രാജിവെച്ച് പുറത്തു പോകണമെന്നും അതല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കണമെന്നുമുള്ള ആവശ്യം സോഷ്യൽ മീഡിയകളിൽ കൂടി ബഹുഭൂരിപക്ഷം വിശ്വാസികൾ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ട്. IPC തുടങ്ങി മറ്റു ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ വൈറലാകുന്നത്. സ്റ്റേറ്റ് IPC വോട്ടർമാരുടെ വോട്ട് വാങ്ങി വിജയിച്ച വൈസ് പ്രസിഡന്റ് ജനറൽ ഭാരവാഹികളുടെ ചാവേറായും ചാരപ്പണിക്കാരനായും പ്രവർത്തിക്കുകയാണെന്ന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റിനെതിരെയുള്ള ആരോപണം. താൻ കൂടി ഉൾപ്പെടുന്ന സമിതിയുടെ തീരുമാനങ്ങൾ പലതും താൻ അട്ടിമറിക്കുന്നതായി വിശ്വാസികൾ പറയുന്നു. കൂടാതെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തനിക്കില്ലെന്നും തൻ്റെ ഊഴം ഇതോടെ അവസാനിച്ചെന്നും അറിവുള്ളതിനാൽ എങ്ങനെയും എന്ത് വില കൊടുത്തും IPC സ്റ്റേറ്റ് ഭരണത്തെ അട്ടിമറിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാൽച്ചുവട്ടിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് വൈസ് പ്രസിഡന്റിനുള്ളതെന്നും അഭിപ്രായം ഉയരുന്നു. കേരള സ്റ്റേറ്റിൻ്റെ ഉന്നമനത്തിനായി നിലകൊള്ളേണ്ടതിന് പകരം സ്റ്റേറ്റ് ഭരണ സംവിധാനത്തിൻ്റെ അപ്പാടെ അട്ടിമറിക്കുവാൻ ജനറലിൻ്റെ വക്താവായി സഹപ്രവർത്തകരെ വഞ്ചിക്കുന്ന ഒരു വൈസ് പ്രസിഡന്റ് സംസ്ഥാനത്തിന് അപമാനകരമായതുകൊണ്ട് അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കണമെന്ന് പ്രധാന ആവശ്യമായി ഉയരുന്നു. മനാമ ബഹ്റൈൻ ബദേൽ പെന്തക്കോസ്ത് ചർച്ചിൻ്റെ 10ാമത് വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 2, 3, 4 തീയതികളിൽ അൻസാർ ഗാലറിക്ക് എതിർവശമുള്ള അധാരി പാർക്കിലെ ന്യൂ സീസൺസ് ഹാൾ 1 വൈകുന്നേരം 7 മുതൽ നടക്കും. പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ ദൈവവചന ശുശ്രൂഷ നടത്തും. സിസ്റ്റർ
പേഴ്സിസ് ജോണും ബദേൽ വോയ്സും സംഗീത ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും നേതൃത്വം നൽകും. കൺവെൻഷന് പാസ്റ്റർ പ്രൈസ് തോമസ് നേതൃത്വം നൽകും. വടക്കുംപുറം സിലോൺ പെന്തക്കോസ്ത് സഭാംഗം വടക്കുംപുറം ആദിയായിൽ TC വർഗീസ് ബേബി 80 വാഹനാപകടത്തിൽ നിര്യാതനായി. സംസ്കാരം മാർച്ച് 25 തിങ്കളാഴ്ച വടക്കുംപുറം സിലോൺ പെന്തക്കോസ്ത് സെമിത്തേരിയിൽ. മാർച്ച് 19 താൻ സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ഭാര്യ കുഞ്ഞമ്മ, മക്കൾ ഐബ്, ഉഷ, അന്നമ്മ, നൈനാൻ, ദമാം, റേച്ചൽ, മരുമക്കൾ സുനു മോൾ USA, സാം, പ്രിയ, ദമാം, ജിബു, ദമാം. വാർത്തകൾ ചുരുക്കത്തിൽ. IPC ഹൂസ്റ്റൺ ഫെലോഷിപ്പിന് പുതിയ ഭാരവാഹികൾ. ഡോക്ടർ വിൽസൺ വർക്കി പ്രസിഡന്റ്, പാസ്റ്റർ തോമസ് ജോസഫ് സെക്രട്ടറി. പാസ്റ്റർ PV ചുമാർ അനുസ്മരണ സമ്മേളനം നടത്തുന്നു. IPC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് രാജിവെക്കണം. സോഷ്യൽ മീഡിയകളിൽ കൂടി ആവശ്യം വൈറലാകുന്നു. ബഹ്റൈൻ ബദേൽ പെന്തക്കോസ്ത് സഭ വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 2 മുതൽ. വാഹനാപകടം വടക്കുംപുറം ആദിയായിൽ TC വർഗീസ് ബേബി 80 നിര്യാതനായി. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. വീണ്ടും വരാം. നന്ദി.